വിമാനത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അന്വേഷണത്തിന് പ്രത്യേക ടീമിനെ നിയോഗിച്ച് ഡിജിപിയുടെ ഉത്തരവ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പി പ്രജീഷ് തോട്ടത്തിലിനാണ് അന്വേഷണ ചുമതല. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, അന്വേഷണത്തിന് പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ആരുടെ നേതൃത്വത്തിൽ അന്വേഷണം, ആരൊക്കെ ഈ ടീമിൽ എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ. രേണുക, മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അന്വേഷിക്കാൻ 6 അംഗ പ്രത്യേക സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് എസ്പി പ്രജീഷ് തോട്ടത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കും. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അതീവ ഗൌരവത്തോടെ എടുത്തുകൊണ്ടാണ് പോലീസിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ S. അനിൽകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കാനാണ് ഈ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൂത്തുപറമ്പ് DYSP പ്രദീപൻ കണ്ണിപ്പൊയിൽ, ശംഖുമുഖം ASC DK പൃഥ്വിരാജ്, വലിയതുറ പോലീസ് സ്റ്റേഷൻ SHO T. ശാന്തകുമാർ, കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ SHO PA ബിനു മോഹൻ, മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ SHO M. കൃഷ്ണൻ എന്നിവരാണ് പ്രത്യേക സംഘത്തിൽ ഉള്ളത്. ഈ പ്രത്യേക സംഘത്തിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്താൻ ADGP ക്രൈംബ്രാഞ്ചിന് അനുമതിയും നൽകിയിട്ടുണ്ട്. അന്വേഷണ പുരോഗതി സംഘം 2 ആഴ്ചയിലൊരിക്കൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അറിയിക്കണം. അതീവ പ്രാധാന്യമുള്ള കേസിന്റെ അന്വേഷണം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 332, 307 പോലുള്ള സുപ്രധാന വകുപ്പുകളുള്ള കേസിന്റെ അന്വേഷണം വിശദമായി നടത്തണം എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മനു, ഇതിനോടകം തന്നെ ഇതിന്റെ FIR പുറത്തു വരുമ്പോൾ ആക്രമിക്കാൻ ശ്രമിച്ചു, വധശ്രമം എന്നതൊക്കെ ഉൾപ്പെടുത്തിയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇനി ഇതൊക്കെയും ഇതിന്റെ അന്വേഷണം പൂർണ്ണമായും ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്ത് അങ്ങനെ അന്വേഷണം നടത്താനായിരിക്കുമോ തീരുമാനം? അതെ, ഇത് FIR അനുസരിച്ച് വളരെ ഗൗരവതരമായ വകുപ്പുകൾ, അതായത് 307 വധശ്രമത്തിനുള്ള കേസ്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ് 332, അത് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ 332. അതുപോലെ 120B ക്രിമിനൽ കോൺസ്പിറസിയാണ്, ക്രിമിനൽ ഗൂഢാലോചന ആണ് 120B. അതോടൊപ്പം തന്നെ ഈ സുപ്രധാനമായ കേസുകൾ എയർക്രാഫ്റ്റ് ആക്ടിന്റെ 1934 എയർക്രാഫ്റ്റ് ആക്ടിന്റെ സെക്ഷൻ 11, അതുപോലെ ഇതൊക്കെ അൺറൂളിനെസ് ബിഹേവിയർ എന്നാണ് വിമാനയാത്രയിൽ ഇടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റത്തെ കണക്കാക്കുന്നത്. ഗൗരവതരമായ കുറ്റമാണ്. സസ്പെൻഷൻ ഓഫ് അൺലോഫുൾ ആക്ടിവിറ്റീസ് ആക്ട്, സിവിൽ ഏവിയേഷൻ ആക്ടിന്റെ 1982 വകുപ്പുകൾ, ഇതെല്ലാമാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു ഗൗരവതരമായി തന്നെയാണ് ഉള്ള വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം വിശദമായി തന്നെ നടത്താൻ, ഇതിന്റെ ഗൂഢാലോചന, ഏത് തരത്തിൽ ഇവർ വിമാനത്തിലെത്തി, എങ്ങനെയൊക്കെ മുഖ്യമന്ത്രിക്ക് എതിരെ എന്തൊക്കെ നീക്കമുണ്ടായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ അന്വേഷിക്കാനാണ് ഈ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ADGP നേരിട്ട് തന്നെ കേസിന്റെ മേൽനോട്ടം വഹിക്കുകയും ഇതിന്റെ 2 ആഴ്ചയിലൊരിക്കൽ ഇതിന്റെ അന്വേഷണ പുരോഗതി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.